ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഞങ്ങളുടെ പാതയിൽ JK മെഷീനറീസും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ് JK മെഷീനറീസിനെ സംബന്ധിച്ചിട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ഫുഡ് പ്രോസസ്സിംഗിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി ബേസിക് ഫുഡ് പ്രോസസ്സിംഗ് മുതൽ സൂപ്പർ മാർക്കറ്റ്, എൻഡ് യൂസറിലേക്ക് എത്താവുന്ന റെസ്റ്റോറന്റ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ബിസിനസ്സുകൾ ചെയ്യുന്ന ശ്രീഭദ്ര ഗ്രൂപ്പിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്. ശ്രീഭദ്ര 1999 തുടങ്ങിയ ഒരു സംരംഭമാണ്. കൺസ്ട്രക്ഷൻ രംഗത്താണ് ഞങ്ങളുടെ മെയിൻ സ്ട്രീം ഇൻഡസ്ട്രി. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 1200-ലധികം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സംരംഭം എന്നുള്ള രീതിയിൽ 25 വർഷം ഞങ്ങളിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏകദേശം അതേ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി ഡിവിഷനിൽ ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള പരിയാനംപറ്റ ക്ഷേത്രം. ഞങ്ങൾ ഈ സ്ഥലം നിലനിൽക്കുന്നത് പാലക്കാട് കോഴിക്കോട് സംസ്ഥാന പാതയിൽ തിരുവാഴിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെർപ്പളശ്ശേരിക്കടുത്ത് പാലക്കാട് നിന്ന് ഒരു 30 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി തിരുവാഴിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഞങ്ങളുടെ ഒരു ആസ്ഥാന മന്ദിരം തന്നെയാണ്. ഓഫീസെല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇപ്പം ഞങ്ങൾ റീസെൻ്റ് ആയിട്ടാണ് റോയൽ ടേസ്റ്റ് ഫുഡ് പ്രോഡക്റ്റ്, ശ്രീഭദ്രയുടെ ഒരു പുതിയ സംരംഭമാണ് റോയൽ ടേസ്റ്റ് ഫുഡ് പ്രോഡക്റ്റ് എന്നുള്ള ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. റോയൽ ടേസ്റ്റിൻ്റെ റെസ്റ്റോറൻറ്റും കാറ്ററിംഗ് ഡിവിഷനും 2013 തൊട്ടിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ടും ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള പുട്ടുപൊടികൾ, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നല്ല ഇനം മഞ്ഞൾപ്പൊടി, മുളക് പൊടികൾ, മല്ലിപ്പൊടികൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. സുനിതേച്ചിയാണ് ഇതിന്റെ പ്രോസസ്സിംഗിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാള്. അപ്പൊ സുനിതേച്ചി, നമുക്ക് ഈ നാളികേര ആട്ടുന്നതിന്റെ ആദ്യത്തെ പ്രോസസ്സിംഗ് ആണല്ലോ ഡ്രയർ. ഈ ഡ്രയർ മെഷീനിൽ നമുക്ക് എത്ര നാളികേര ഇടാൻ പറ്റുന്നുണ്ട്? ഇതില് ഒരു ഏകദേശം ഒരു 250 തേങ്ങ ഇടാൻ പറ്റും. അതല്ലേ? ഓക്കെ. അപ്പൊ 10 ട്രേയുടെ ഡ്രയറാണ്. ഒരു ട്രേയിൽ ഏകദേശം ഒരു 25 നാളികേരാണ്, ഒരു 25 നാളികേരം ചെയ്യാൻ പറ്റും. നമുക്കിതൊരു പ്രോസസ് ചെയ്ത് വരാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്? ഫസ്റ്റ് തന്നെ നമ്മൾ ഉടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 മണിക്കൂറൊക്കെ. അത് കഴിഞ്ഞ പിന്നെ ചിരട്ടേന്നൊക്കെ എടുത്ത് പിന്നെ എന്താ പറയാ നമുക്ക് ഒന്നുകൂടി വീണ്ടും ഉണക്കാനായിട്ട്. അപ്പൊ അതിന് എത്ര ടൈം എടുക്കും? അത് ഒരു 7 മണിക്കൂർ. 7 മണിക്കൂർ. നമുക്ക് ഏകദേശം ഒരു ദിവസത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇതിലെങ്ങനെയുണ്ട് വിഷയം, എങ്ങനെയുണ്ട് വർക്ക് ചെയ്യുന്നതില്? കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ. സുനിതേച്ചി, നമ്മള് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മള് വെളിച്ചെണ്ണ ആക്കി എടുക്കുക? കൊപ്ര നമ്മള് അവിടുന്ന് ആ കൊപ്രയൊക്കെ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിടും. എന്നിട്ട് ഇതില് കട്ട് ചെയ്ത് തരും, ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് ഇതിലിട്ടിട്ട് ആട്ടിയിട്ട് അത് ഇട്ടിട്ട് ആട്ടി എന്താ പറയാ വെളിച്ചെണ്ണ ആക്കിയിട്ട്. എക്സ്പെല്ലറിൽ നമുക്ക് എത്ര കിലോ നമുക്ക് പെർസെന്റേജ് കിട്ടുന്നുണ്ട്? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 50 കിലോ നാളികേരം അല്ലെങ്കിൽ കൊപ്ര ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കിലോ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട്? ഏകദേശം ഒരു 35-ന്റെ ഉള്ളിൽ കിട്ടും. നമുക്കൊരു അപ്പൊ അങ്ങനെ 100ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 65 തൊട്ട് 70% വരെ എക്സ്പെല്ലർ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാൻ പറ്റും. ഓക്കെ. ഈ മെഷീനിൽ സാറ്റിസ്ഫൈഡ് ആണോ ഇങ്ങനെ വർക്കിങ്ങിലൊക്കെ? വെളിച്ചെണ്ണ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സാധാരണ ഞങ്ങൾ നാളികേരം വാങ്ങി കൊപ്രയാക്കി ആട്ടി വെളിച്ചെണ്ണ ചെയ്യുന്ന ഫിൽറ്റർ ചെയ്യാണ്ട് നാച്ചുറൽ മോഡൽ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ന്യൂട്രീഷ്യസ് വാല്യൂ നഷ്ടപ്പെടാത്ത രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് പ്രോസസ്സിങ്ങുകൾ കണ്ടു, ഒരുപാട് പ്രോഡക്റ്റുകൾ കണ്ടു. ഇവിടെ നമുക്കൊന്ന് എന്തൊക്കെ പ്രോസസ്സിങ്, എന്തൊക്കെ മെഷീനറീസ് വരുന്നുണ്ട്, എന്തൊക്കെ പ്രോഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്, ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റും? നമ്മളിവിടെ കൂടുതലായിട്ടും ഞങ്ങളുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള പുട്ടുപൊടികളുടെ മാനുഫാക്ചറിങ് യൂണിറ്റാണ്. നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡീഹൈഡ്രേറ്റ് ചെയ്ത് അത് പൊടിച്ച് പുട്ടുപൊടിയിൽ ആഡ് ചെയ്തിട്ട് ഇന്നത്തെ ആധുനിക ട്രെൻഡിങ് അറിയാലോ എല്ലാവർക്കും, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിലാണ്. ഏകദേശം 12ഓളം വെറൈറ്റി ആയിട്ടുള്ള പുട്ടുപൊടികളാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത്. മേജറായിട്ട് പോകുന്നത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള, കുട്ടികൾ ഏറ്റവും ടേസ്റ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന ബീട്രൂട്ട് പുട്ടുപൊടികളുണ്ട്, ക്യാരറ്റിൻ്റെ പുട്ടുപൊടിയുണ്ട്, പച്ചച്ചക്ക ചെയ്യുന്നുണ്ട്, റാഗി ചെയ്യുന്നുണ്ട്, കപ്പ ചെയ്യുന്നുണ്ട്, മുരിങ്ങയില ചെയ്യുന്നുണ്ട്.
അങ്ങനെ 12ഓളം വെറൈറ്റി ആയിട്ടുള്ള പുട്ടുപൊടികളാണ് ഞങ്ങളിവിടെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. അതിന് ബേസ് സ്റ്റീം ചെയ്ത് പുട്ടുപൊടി മാനുഫാക്ചർ ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഈ പ്രോഡക്റ്റുകൾ ഇറക്കുന്ന എല്ലാ മെഷീനറികളും നമ്മുടെ ഈ യൂണിറ്റിൻ്റെ ഉള്ളിലുണ്ട്. അതിനാവശ്യമായ മില്ലുകളുണ്ട്, എല്ലാ പ്രോസസ്സും അതിൽ ചെയ്യുന്നുണ്ട്. അതിൽ മില്ലുകൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മഞ്ഞൾ, മല്ലി, മുളക്, ഗോതമ്പ് എല്ലാം പൊടിക്കാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ 3 തലങ്ങളും, അതായത് ഫുഡ് പ്രോസസ്സിങ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, ഈ തലങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എൻഡ് യൂസറിലേക്ക് പ്രൊഡക്റ്റ് എത്താവുന്ന രീതിയിൽ പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ശ്രീഭദ്ര. അപ്പോൾ ഇതിൻ്റെ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ആദ്യ സ്റ്റേജ് മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടം വരെയുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഡിവിഷൻ ശ്രീഭദ്ര സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി 2025 ഞങ്ങൾ ആ ഒരു ഡിവിഷനിലേക്ക് പുതുതായിട്ട് കയറുന്നത്. ഞങ്ങളുടെ 25-ആം വർഷത്തിലാണ് ഞങ്ങൾ ഈ ഫുഡ് ഡിവിഷനിലേക്ക് കയറുന്നത്. റെസ്റ്റോറൻറ്റും കാറ്ററിംഗ് ഡിവിഷനും ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഓൺ ഫുഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വെറൈറ്റി ആയിട്ടുള്ള പുട്ടുപൊടികൾ ചെയ്യുന്നുണ്ട്, നല്ല പ്യൂരിറ്റിയുള്ള എണ്ണ, വെളിച്ചെണ്ണകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ നല്ല ഇനം വെറൈറ്റി പൊടികളെല്ലാം നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം പ്യൂരിറ്റി ഉള്ളതാകുമ്പോൾ ആളുകൾക്ക് ക്വാളിറ്റിയുള്ള ആസ്പെക്റ്റ്, കാരണം നല്ലൊരു ഭക്ഷണ സംസ്കാരം നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഇതുകൊണ്ടുള്ളൂ. റോയൽ ടേസ്റ്റ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് 2013-ലും 14-ലും മികച്ച റെസ്റ്റോറൻറ്റിൻ്റെ സർക്കാർ അവാർഡ് വാങ്ങിയിട്ടുള്ളതാണ്. 2019 കൊറോണയും ഞങ്ങളുടെ ഈ റോഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളൊരു 3 വർഷക്കാലം അത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോഴാണ് റീസെൻ്റായിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിൽ ഞങ്ങളുടെ പാതയിൽ JK മെഷീനറീസും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ് JK മെഷീനറീസിനെ സംബന്ധിച്ചിട്ട്. കാരണം അവരുടെ ബാക്കിയുള്ള ഫങ്ഷനിങ് ആയാലും ഞങ്ങളെ സംബന്ധിച്ച് ഒരു സർവീസ് വൈസസ് അവരെ വിളിക്കേണ്ട ഒരു ആവശ്യം പോലും ഞങ്ങൾക്ക് സത്യത്തിൽ വന്നിട്ടില്ല. ഇതൊരു വെറുതെ ഒരു വീഡിയോ പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നത് തന്നെയാണ്. അപ്പോൾ അതൊരു നല്ല പാതയിലേക്ക് പോകാൻ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉണ്ട്. 100 ചില്ലാനം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് ശ്രീഭദ്ര ഗ്രൂപ്പ് എന്നുള്ളത്. അത് ഇന്നും വളരെ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും. ക്വാളിറ്റി കൺസെപ്റ്റോട് കൂടിയിട്ട് നമ്മളൊരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ അത് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ആയാലും സർവീസ് ഇൻഡസ്ട്രി ആയി കഴിഞ്ഞാലും ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സസ്റ്റൈനബിലിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് സർവൈവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ അതിൻ്റെ പ്രൈസ് വൈസസോ മറ്റു കാര്യങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ലോകം ഇന്ന് സത്യത്തിൽ ക്വാളിറ്റിയെ തിരിച്ചറിയാനും അതിനോടൊപ്പം പോകാനും ആഗ്രഹിക്കുന്ന ഒരു ലോകത്ത് തന്നെയാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഇൻഡസ്ട്രി ആയാലും മറ്റ് ഞങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ് മേഖലകളായാലും 25 വർഷം ഞങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾക്ക് 25 വർഷക്കാലം നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രകൃതി സത്യം തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ യുവ സംരംഭകരായാലും എല്ലാവരും തുടർന്നു. കേരളം വ്യവസായത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കും ഇന്ന് ഇഷ്ടംപോലെ സംരംഭങ്ങളുണ്ട്. നിറയെ യൂത്ത് ജനറേഷൻസൊക്കെ ഇഷ്ടംപോലെ വ്യവസായ ഇൻഡസ്ട്രിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കേരളത്തിന് നല്ലതാണ്. കുട്ടികൾ വെറുതെ അന്യരാജ്യങ്ങളിലൊക്കെ പോയിട്ട് കഷ്ടപ്പെടാതെ നമ്മുടെ നാടിന് തന്നെ വളർച്ചയാവുന്ന തരത്തിലുള്ള പ്രചോദനങ്ങൾ ചെയ്യാൻ ഒരുപാട് സംരംഭ രീതികൾ നമ്മുടെ നാടിനും ഗവൺമെൻറ്റിൻ്റെയൊക്കെ സപ്പോർട്ടുകളുണ്ട്. അതൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗിക്കുക, നാടിൻ്റെ വളർച്ചയിൽ ഭാഗമാകുക. അപ്പോൾ ശ്രീഭദ്ര ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാവാൻ മിഷണറീസ് സപ്ലൈ ചെയ്തുകൊണ്ടും അതിൻ്റെ സർവീസ് എന്നുള്ള രീതിയിലും JK മിഷണറീസിനെ തിരഞ്ഞെടുത്തതിൽ ഞങ്ങളും അഭിമാനം കൊള്ളുന്നു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ തീർച്ചയായിട്ടും നന്ദി. താങ്ക് യു.